ഹായ് ഗൈസ്, കണ്ടോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടുത്തൊരു ടാങ്കായിട്ടാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ താമര വളർത്തിയിരുന്ന ഒരു ടാങ്കാണ്. ഇപ്പോൾ ഫുള്ള് അഴുക്കും ചെളിയും എല്ലാം ആയിട്ടുണ്ട്. താമരയൊക്കെ നമ്മൾ കളഞ്ഞു, വേറെ ഒന്നുമല്ല, അത് കാട്ടുതാമര ചെയ്യുന്നു. പൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഈ ടാങ്ക് ഫുള്ളൊന്ന് ക്ലീനാക്കി മീനെ വളർത്താം. അപ്പോൾ ചുറ്റും പുറമൊക്കെ നമുക്ക് അടിച്ചെടുക്കാം. കാരണം ഏകദേശം കുറേ നാളായിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിലൊന്നും നോക്കിയിട്ടില്ല. ഫുള്ള് പുല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ വെള്ളം കളഞ്ഞിരിക്കുകയാണ്. ആദ്യം നമ്മൾ കപ്പിലാണ് കളഞ്ഞത്. എന്നാൽ കപ്പിൽ കളഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത്യാവശ്യം വലിയതായതുകൊണ്ട് നമുക്ക് ബക്കറ്റിൽ തന്നെ കളയേണ്ടി വന്നു. ഇപ്പോൾ ബക്കറ്റിൽ കളഞ്ഞിട്ട് തന്നെ ഏകദേശം നല്ല സമയം പിടിച്ചു. 1/4 മണിക്കൂർ നമുക്ക് വെള്ളം കളയാൻ. താമര നട്ടായതുകൊണ്ട് വെള്ളത്തിനോടൊപ്പം തന്നെ ചെളിയും ഉണ്ടായിരുന്നു അടിയിൽ. എല്ലാവർക്കും മനസ്സിലാവും, താമര ഇടുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം നല്ല കട്ടി കഴിഞ്ഞാൽ ചെളി ഇടുന്നതായിരിക്കും. ഇത് കണ്ടോ, ഇപ്പോൾ ആ ചെളി ഫുള്ള് നമുക്കിനി കോരി മാറ്റണം. ഇതൊരു വലിയ പണി തന്നെയായിരുന്നു. ഏകദേശം നല്ല കുറേ നേരങ്ങൾ എടുക്കേണ്ടി വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പണി കിട്ടിയതെന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് വെയിലും അതുപോലെ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ മഴയും വരുമ്പോഴാണ് നമ്മൾ പെട്ട് പോണത്. അങ്ങനെ ഇപ്പോൾ ആ ചെളി ഫുള്ള് നമുക്ക് കോരി കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്ലീൻ ചെയ്യണം. നമുക്ക് ഫുള്ള് ചെളി ആയതുകൊണ്ട് അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കണേണ്. ടാങ്ക് ഫുള്ളൊന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കാം. കാരണം നമുക്ക് മീൻ ഇടേണ്ടതാണ്. അപ്പോൾ ഫുള്ള് കളഞ്ഞാൽ മാത്രമേ മീൻ ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വല്ല ഫംഗസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മീൻ ചാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകേണ്ടി വരും. അതിനുശേഷം നമ്മൾ കുറച്ച് കല്ലുകളൊക്കെ നമ്മുടെ ഉണ്ടായി കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് Day 2 ആണ്. കാരണം ഒരു ദിവസം കൊണ്ട് നമുക്കൊന്നും നടന്നില്ല. അതിൻ്റെ ഒപ്പം വെയിലും മഴയും എല്ലാം ഉള്ളതുകൊണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ടാങ്ക് ക്ലീനാക്കി അതിലേക്ക് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മോട്ടർ അടിച്ച് നമുക്ക് കിണറ്റിൽ നിന്നാണ് വെള്ളം ഇടുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡിൽ വേഗം ഒഴിക്കോളും. ഇതിപ്പോൾ കാണുന്നവരല്ല, അത്യാവശ്യം നല്ല വലിയ ടാങ്ക് തന്നെയാണ്. ഇനി നമ്മൾ പ്ലാന്റഡ് ടാങ്കായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഈ ഒരു ചെറിയ ഗ്ലാസ്സിൽ നമുക്ക് ഓരോ പുല്ലല്ല ചെടികൾ നമുക്കിങ്ങനെ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കാം. ഇതിപ്പം ചതലാണ് യൂസ് ചെയ്തേക്കണം. അതാകുമ്പോൾ വെള്ളത്തിനധികം കലക്കാൻ പറ്റില്ല. ഇതൊക്കെ പ്ലാന്റ്സ്, ഇത് നമ്മൾ വെള്ളത്തിലൊക്കെ വെക്കണ പ്ലാന്റ്സുകളാണ്. ഇതിപ്പോൾ നമ്മൾ ചതലിട്ടിട്ട് ഓരോന്നായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വെള്ളത്തിനടി വെക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഇരിക്കും. അങ്ങനെ ഒരു 3 നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെറിയൊരു ആമ്പലിൻ്റെ തൈയാണ്. ഇതുവഴിയിൽ ഒരു 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും സെറ്റായി വളരും. അങ്ങനെ നമ്മൾ സെറ്റാക്കിയതെല്ലാം എടുത്ത് നമ്മൾ ടാങ്കിലേക്ക് വെക്കാൻ പോലെയാണ്. ഇതിപ്പോൾ കുറച്ച് പായലെടുത്ത് നമ്മൾ സെറ്റാക്കണതാണ്. പായൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്ലിട്ടത് വെക്കുന്നത്. അതൊരു വേറൊരു ഭംഗി ആയിട്ട് നമ്മൾ സെറ്റാക്കിയേക്കണതാണ്. ഇപ്പോൾ അത്യാവശ്യം പായലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ വള്ളിപ്പായൽ വെയിലായതുകൊണ്ട് തന്നെ ഇതിൽ കുറേ നിറഞ്ഞു പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ, അധികമൊന്നും ഇട്ടിട്ടില്ല. ഇനി നമുക്ക് അടുത്ത സെറ്റാക്കിയ പ്ലാന്റ്സ് എടുത്ത് ഇറക്കി വെക്കാം. ഇതിപ്പോൾ 2 സൈഡിലൊക്കെ നമ്മൾ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ വേറൊരു ചെടി അതുപോലെ തന്നെ ഒരു ആമ്പലും ഉണ്ട്, അതും വെക്കാം. ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മീനെ വാങ്ങിക്കാൻ കൂട്ടതായിട്ട് പോകണേണ്. അങ്ങനെ നമ്മൾ എല്ലാത്തിനും ശേഷം മീനെ വാങ്ങിച്ചിട്ട് ഇട്ടേക്കിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് പ്ലാറ്റിനം ഗോൾഡ് ഫിഷ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇതേപോലത്തെ കുറേ വീഡിയോസ് നമ്മുടെ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഓക്കെ, ബൈ.